ഇന്ന് ആണ്ടുവട്ടം 14-ാം ഞായർ. ഒന്നാം വായന എസെക്കിയേലിൻ്റെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 2, എസെക്കിയേലിൻ്റെ ദൗത്യം. രണ്ടാം വായന വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ നിന്ന് അധ്യായം 2, ദർശനങ്ങളും വെളിപാടുകളും. സുവിശേഷം വിശുദ്ധ മർക്കോസിൻ്റേത് അധ്യായം 6. യേശു സ്വദേശത്ത് അവഗണിക്കപ്പെടുന്നു. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്നത്തെ ധ്യാന വിഷയം. ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ വചനത്തെ ശ്രവിച്ചും അവൻ്റെ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവരുമായ ജനങ്ങൾ അവനെക്കുറിച്ച് വിസ്മയിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ദൈവീയമായ പ്രവൃത്തികളിൽ വിശ്വസിക്കുന്നതിൽ അവർ പരാജയപ്പെടുന്നു. അവരുടെ വിശ്വാസരാഹിത്യത്തെക്കുറിച്ച് അവൻ വിസ്മയിച്ചു എന്നാണ് വചനം സാക്ഷ്യപ്പെടുത്തുന്നത്. അന്യനാട്ടിൽ ആരാധനയ്ക്ക് യോഗ്യനായ യേശു സ്വന്തം നാട്ടിൽ തിരസ്കരിക്കപ്പെടുന്നു. അന്യനാട്ടിൽ സ്വജാതീയരും വിജാതീയരും ഒരേപോലെ യേശുവിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്തപ്പോൾ സ്വന്തം നാട്ടുകാർ അവിടുത്തെ അവിശ്വസിക്കുകയും തിരസ്കരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ യേശുവിന് അവിടെ അത്ഭുതമൊന്നും പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലും സംഭവിക്കുന്നതും ഇതുതന്നെയല്ലേ? കൂടെയുള്ള ക്രിസ്തുവിനെ അറിയാനും വിശ്വസിക്കുന്നതിലും പരാജയപ്പെടുന്നവരാണ് നമ്മളും. അനുദിനം പരിശുദ്ധ കുർബാനയായി അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴും ദൈവപുത്രനായ ക്രിസ്തുവിനെ തിരിച്ചറിയാതെ മറ്റു പല കാര്യങ്ങളെക്കുറിച്ച് വ്യഗ്രതയുള്ളവരായി നമ്മൾ ജീവിക്കുന്നു. ഇവിടെയാണ് നമ്മളും ഇന്നത്തെ വചനം പ്രതിപാദിക്കുന്ന ജനങ്ങളും തുല്യരായി പോകുന്നത്. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന അവൻ വിളിക്കപ്പെടുമെന്ന് വചനം സാക്ഷ്യപ്പെടുത്തുന്നത് പോലെ പരിശുദ്ധ കുർബാനയായ ക്രിസ്തു ഇന്നും എന്നും നമ്മോടുകൂടെ ജീവിക്കുന്നു എന്ന് വിശ്വസിക്കാൻ നമുക്ക് നിരന്തരം പരിശ്രമിക്കാം. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന വ്യക്തിത്വങ്ങളായി നമുക്ക് മാറാം. നമ്മുടെ അടുത്ത ആവശ്യംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.